ഇങ്ങനെ ഒരു രാജാവായിട്ട് തുടരാൻ, രാജ്യഭരണവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥന് സാധിക്കാത്തത്, ബുദ്ധന് സാധിക്കാത്തത്? അത് വ്യക്തിപരമായ കാരണങ്ങളാണ്. ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം വളരെ വിഷാദിയായിരുന്നു. ആളുകളുടെ ദുഃഖങ്ങളിൽ ദുഃഖിച്ചിരുന്ന ആളാണ്. പരന്മാരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ജന്മസ്വഭാവമായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രകൃതമായിരുന്നു. അതൊരു സൈക്കോളജിക്കൽ പെക്യൂരിയാലിറ്റി ആയിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ നോക്കി അദ്ദേഹത്തിന് ഭരണത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അല്ല, പിന്നീടുള്ള ചരിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഈ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ അശോകന് ആധ്യാത്മിക അവബോധം ഉണ്ടായ ഉടനെ അദ്ദേഹം രാജ്യഭരണത്തിൽ ഉള്ള താല്പര്യം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. ഇല്ല, അത് ബുദ്ധമതത്തിൽ അഹിംസയ്ക്ക് പരമമായ പ്രാധാന്യം നൽകുന്നതുകൊണ്ടാണ്. അവന് ഒന്നിനെയും ഹിംസിക്കാൻ അവർക്ക് താല്പര്യമില്ലാതെ വരും. ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമായ ഒരു ജീവിത രീതിയാണ്, പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കില്ല. സമകാലിക രാഷ്ട്രീയത്തിലും നാം കാണുന്നതാണ്. ഏത്? ഒരു സത്വബോധമുള്ള അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ബോധമുള്ള ഒരാൾ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അധികാരത്തിൽ നിന്നും മാറി നിൽക്കുന്നു. അല്ല, ഇനിയുള്ള കാലത്ത് നാം അത് പ്രതീക്ഷിക്കാൻ പാടുള്ളതല്ല. കാരണം ഒരു പരിശീലനവും സാധാരണഗതിയിൽ സിദ്ധിച്ചിട്ടില്ലാത്ത ആളുകളാണ്. അപൂർവം അങ്ങനത്തെ ആളുകളും വരും. പക്ഷേ ഈ വരുന്നവരിലധികവും ഒരു തരത്തിലുള്ള പരിശീലനവും സിദ്ധിക്കാതെ ചിലപ്പോൾ കോളേജിൽ നിന്ന് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമോ ഒക്കെ ഉണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ വന്നിട്ടാണ് നമ്മൾ ഭരണകർത്താക്കളാകുന്നത്. അത്തരം കാര്യത്തിൽ നാം ഒന്നും പ്രതീക്ഷിച്ചില്ല. മഹർഷി അരവിന്ദനൊക്കെ ഈ ഒരു ജ്ഞാനത്തിന് ശേഷം പിന്നെ ഒരു വലിയ മൗനമാണ് കാണുന്നത് ജീവിതത്തിൽ. മൗനമൊന്നും അദ്ദേഹത്തിനില്ല, അദ്ദേഹം ഉപദേശിക്കുകയായിരുന്നു. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു വിപ്ലവ രംഗത്തേക്കോ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്കോ ഒന്നും കണ്ടിട്ടില്ല. ഒരാൾ തിരഞ്ഞെടുക്കുന്നതിന് ഇപ്പോൾ ഒരാൾക്ക് IAS കിട്ടി, IAS കിട്ടിയിട്ടും അയാൾ അധ്യാപകവൃത്തിയിൽ തന്നെ ഇരിക്കുക, IAS വേണ്ടാന്ന് വെച്ചു. അത് അയാളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. മഹാത്മാഗാന്ധി പഠിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ടാണ്. മഹാത്മാഗാന്ധിക്ക് ഭരിക്കാൻ താല്പര്യം എല്ലാവർക്കൊന്നും. അവർക്കൊക്കെ ഭരിക്കാൻ താല്പര്യം വരേണ്ടതാണ്. അത് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ എത്താഞ്ഞതുകൊണ്ടാണ്. ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ എത്തി എന്ന് ഗാന്ധി പറഞ്ഞിട്ടില്ല. പൂർണ്ണതയിലെത്തിയാൽ, ആ സാധനയുടെ പൂർണ്ണത എത്തിയാൽ ഭരണം തന്നെ കയ്യേൽക്കുമായിരുന്നു. ഭരണം കയ്യേൽക്കാൻ മടിയാണ്. എന്താണ്? ഭരണകൂടത്തിന് ഹിംസ ധർമാനുഷ്ഠാനമായിട്ട് വരും. അഹിംസയുടെ പ്രവാചകനായ ബുദ്ധൻ വീണ്ടും വന്ന് ഭരിക്കാൻ കയറിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? ഹിംസ ധർമാനുഷ്ഠാനമായിട്ട് വരുന്ന രാജ്യഭരണത്തിൻ്റെ സന്ദർഭങ്ങളുണ്ടാകും. ഇപ്പോൾ കപിലവാസ്തുവിനെ ആക്രമിച്ചു, എന്തു ചെയ്യും? ബുദ്ധൻ സന്യാസിയായ ഭരണാധികാരിയായിട്ടിരിക്കുകയാണ്. യശോധരയുടെ ഭർത്താവും രാഹുലൻ്റെ അപ്പനും ആയിട്ട് ബുദ്ധനോടെ ഇരിക്കുന്നു. അപ്പോൾ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാണ് അദ്ദേഹം. രാജസിംഹാസനത്തിലിരുന്നാൽ അഹിംസ പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. സന്യാസി തന്നെയാണ്, സന്യാസിയായിട്ട് തന്നെ ജീവിക്കുന്നു. തുടർന്ന് യശോധര പ്രസവിക്കുന്നുമില്ല, നൈഷ്ഠിക ബ്രഹ്മചാരിയുമാണ്. അങ്ങനെ ഇരിക്കുകയാണ്. രാജ്യത്തെ ആക്രമിച്ചു. ഇപ്പോൾ അഹിംസയെ പുല്ലുപോലെ കരുതുന്ന എത്രയോ ആളുകളുണ്ട് ലോകത്ത് ഇപ്പോഴും. 99% ആളുകളും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. ബുദ്ധൻ എന്ത് ചെയ്യേണ്ടി വരും? യുദ്ധം ചെയ്യേണ്ടി വരും. രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ബുദ്ധനെ പെടലിക്ക് പിടിച്ച് ആ യുദ്ധം നയിച്ച സേനാനായകൻ കൊണ്ടുപോയി കാരാഗൃഹത്തിൽ അടയ്ക്കുകയോ അവിടുത്തെ രാജാവിൻ്റെ കാൽക്കൽ കൊണ്ടുപോയി വയ്ക്കുകയോ ചെയ്യും. അപ്പോൾ ഹിംസ ധർമാനുഷ്ഠാനമാകുന്ന ഹിംസ തെറ്റാണെങ്കിലും ഹിംസ ധർമാനുഷ്ഠാനമാകുന്ന സന്ദർഭങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടാകും, രാജ്യത്തിൻ്റെ ഭാവിയെ വെല്ലുവിളിച്ചുകൊണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അഹിംസയുടെ മന്ത്രം ചോദിച്ചുകൊണ്ടിരിക്കാനൊക്കില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഹിംസയ്ക്കെതിരെ ഹിംസ പ്രയോഗിക്കുക തന്നെ വേണം. അത് ഇവർക്കാർക്കും കഴിയുമായിരുന്നില്ല, സാധ്യമായിരുന്നില്ല. അതൊരു മാനസിക ദൗർബല്യമാണ്. ആ ദൗർബല്യം ബുദ്ധനുണ്ടായിരുന്നു. ഇവിടെ വരുന്നൊരു സംശയം, ഈ തിയോക്രസി എന്ന സങ്കല്പം, സംവിധാനം, അതെന്തുകൊണ്ട് ഭാരതത്തിന് അങ്ങനെ ആണെങ്കിൽ അനന്യമായി? തിയോക്രസി ഒന്നും ഭാരതത്തിൻ്റെ സങ്കല്പമല്ല. തിയോ എന്ന് വെച്ചാൽ ദൈവം എന്നാണ് അർത്ഥം. ഒരു ഗ്രീക്ക് പദമാണത്. ആ സങ്കല്പം നമുക്കില്ല. ദൈവശാസ്ത്രമനുസരിച്ചുള്ള ഭരണമല്ല, ആധ്യാത്മിക വിദ്യ അനുസരിച്ചുള്ള ഭരണമാണ്. ദൈവശാസ്ത്രത്തിൽ വളരെ പരിനിഷ്ഠിതമായ, വളരെ സങ്കുചിതമായ, വളരെ ഫണ്ടമെൻ്റലായ ചില തത്വങ്ങളുണ്ടാകും. ആത്മസാക്ഷാത്കാരത്തിൽ ആ സങ്കുചിതമായ തത്വങ്ങളില്ല. അതിലും സങ്കുചിതമായ തത്വങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിയോക്രസി, ഓട്ടോക്രസി തുടങ്ങിയിട്ടുള്ള ഭരണസമ്പ്രദായങ്ങളൊന്നും ഭാരതത്തിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. പിന്നെ മോണോക്രസിയും ഉണ്ടായിരുന്നില്ല. ഒരു വശത്ത് നമ്മൾ പറയുന്നു ആത്മീയ സാക്ഷാത്കാരം നേടിയ ആൾ ഉത്തമനായ ഭരണാധികാരി ആയിരിക്കുമെന്ന്.
അതേ അവസരത്തിൽ ആധ്യാത്മിക ആചാര്യന്മാർ അധികാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അങ്ങനെ നിൽക്കാം, അവർക്ക് സ്വാതന്ത്ര്യമുണ്ടേ. മാഷ ഒന്ന് ചോദിച്ചോട്ടെ, ഈ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകുന്ന ഒരു ഉപദേശം നൽകാൻ രമണ മഹർഷിയോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ രമണ മഹർഷി പറഞ്ഞു, ആർക്ക് ഇവിടെ സ്വാതന്ത്ര്യം? ആത്മാവ് നിത്യമുക്തൻ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആർക്ക് ആരിൽ നിന്ന് സ്വാതന്ത്ര്യം? ഈ ഒരു ചോദ്യം വരില്ലേ? അത് രമണ മഹർഷിയുടെ അവസ്ഥ പറഞ്ഞാണ്. രാജ്യത്തിന് അങ്ങനെ ഒരു അവസ്ഥയില്ല. രമണ മഹർഷി പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ഒരു സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ സത്യം ആരും സാക്ഷാത്കരിച്ചിട്ടില്ല. അപൂർവം ചില ആളുകൾക്ക് സാക്ഷാത്കരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വ്യാസന് ഭരണാധികാരിയാകാമെന്ന് അദ്ദേഹം ആയില്ല. അതൊക്കെ വ്യക്തിപരമായ സംസ്കാര വിശേഷങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഒരുത്തൻ റാങ്ക് വാങ്ങിച്ച് ബിരുദാനന്തര ബിരുദം എടുത്തു, ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിലിരുന്ന് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് ജോലിക്ക് പോയില്ല എന്ന് നമുക്ക് ചോദിക്കാം അയാളോട്. അയാൾക്ക് താല്പര്യമില്ല. അത് വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. വ്യക്തിപരമായ താല്പര്യങ്ങളെ നാം എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? ദേവാഭി പറഞ്ഞു, എനിക്ക് രാജ്യം വേണ്ട. പ്രദീപൻ്റെ മൂത്ത പുത്രനെ ദേവാഭി പറഞ്ഞു, എനിക്ക് രാജ്യം വേണ്ട. ഇപ്പോൾ രാജ്യം വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് ഭരിക്കാൻ താല്പര്യമില്ല. ഇതാണ് കാരണം. ഈ ഹിംസ പ്രയോഗിക്കാനുള്ള മടിയാണ്. ഹിംസ പ്രയോഗിക്കാനുള്ള മടി എവിടെ നിന്ന് വരുന്നു? ചെറിയൊരു ദൗർബല്യത്തിൽ നിന്ന് വരുന്നതാണ്. അത് കാരുണ്യമാണെന്ന് നമുക്ക് തോന്നും. കാരുണ്യമല്ലാതെ ജനങ്ങളെ രക്ഷിക്കുന്നതിൽ കാരുണ്യമില്ലേ? ഹിംസ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രയോഗിക്കപ്പെടുമ്പോൾ ഹിംസ കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ വരുന്ന ആക്രമണത്തെ തടയുന്നതിലൊരു കാരുണ്യമില്ലേ? അതിലൊരു കാരുണ്യമുണ്ട്. അതിലാണ് കാരുണ്യമുള്ളത്. അതിനുശേഷമാണ് സർവ്വജനങ്ങളോടുമുള്ള കാരുണ്യം വരുന്നത്. നാം നമ്മെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാജ്യത്തെയും രക്ഷിച്ചതിന് ശേഷമാണ് ലോകരക്ഷയ്ക്കുള്ള ലോകസംഗ്രഹത്തിനുള്ള പുറപ്പാട്. അപ്പോൾ ഈ ദൗർബല്യം കൊണ്ട്, തങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ദൗർബല്യം കൊണ്ട്, പിന്നെ ഹിംസയുടെ ഇതായ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരിക്കലും പാലിക്കപ്പെടുകയില്ല എന്ന് വ്യാസൻ തന്നെ പറയുന്നുണ്ട്. കൊതുക് വന്നിരുന്നാൽ നമ്മൾ അടിച്ചു പോകും അറിയാതെ, ഉറുമ്പ് പിടിച്ചാൽ അറിയാതെ തിരുമ്മിപ്പോകും. അവിടെ നാം ഹിംസ ചെയ്യുന്നില്ല. നമ്മുടെ സ്വകീയമായ ചില നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് ഏറ്റവും എളുപ്പമായ മാർഗം ആയുധത്തിൻ്റേതാണെന്ന് വിചാരിക്കുമ്പോഴാണത് ഹിംസയുടെ അനുഷ്ഠാനമാകുന്നത്. ഇപ്പോൾ നാം ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വിത്തുകളാണ് ഇല്ലാതെയാകുന്നത്? കിളിർത്തു വരാനുള്ള എത്ര വിത്തുകളാണ് നമ്മൾ അരി ചോറാക്കി കഴിക്കുമ്പോൾ ഇല്ലാതെയാകുന്നത്? അതിനകത്ത് ഹിംസയുണ്ടോ? അപ്പോൾ അതല്ല ഹിംസ എന്ന് പറയുന്നത്. ഹിംസ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എനിക്ക് അവകാശപ്പെടാത്ത സമ്പത്തുകൾ എൻ്റെ സ്വന്തമാക്കാൻ ഞാൻ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ് അത് ഹിംസയാകുന്നത്. ഇപ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരുത്തൻ മറ്റൊരാളെ കൊന്നത് എന്ന് പറഞ്ഞാൽ കോടതി ശിക്ഷിക്കില്ല. അഹിംസയുടെ മാനദണ്ഡം അല്ലെങ്കിൽ ഹിംസയുടെ മാനദണ്ഡം ലക്ഷ്യമാണ് എന്നല്ലേ പറഞ്ഞു വരുന്നത്? ലക്ഷ്യമാണ് ഹിംസയും അഹിംസയും തരംതിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. ലക്ഷ്യമല്ല, ലക്ഷ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മനോഭാവമാണോ അതിന് പിന്നിലെ? മനോഭാവം സാക്ഷാത്കാരമാണ്. ഈ മാർക്സിസമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ വയ്യാത്തത് എന്താ കാരണം? മാർക്സിസം ഭൗതികവാദമാണെന്നേ. ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ ഒരു തത്വശാസ്ത്രം, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി, തത്വശാസ്ത്രമെന്നും ഫിലോസഫിയെന്നും അതിനെ വിളിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ അങ്ങനെ പറയുന്നത് കൊണ്ട് നാം അതെടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഭൗതികവാദത്തിലും നിരീശ്വരവാദത്തിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ ദർശനമാണെന്ന് അവകാശപ്പെടുന്ന സ്ഥിതിക്ക് അങ്ങനെയുള്ളതിന് ഇതിനോടെങ്ങനെ താരതമ്യപ്പെടുത്താനേ സാധ്യമല്ല. ഇപ്പോൾ രാമായണവും ഇലിയട്ടും തമ്മിലൊരു താരതമ്യവുമില്ല. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അതിലെ കഥകൾക്ക് തമ്മിലുള്ള ചെറിയ സാദൃശ്യമുണ്ടെന്നേ ഉള്ളൂ. ഒരു രാജാവ് ഒരു രാജാവിൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ലങ്കയിലെ ഒരു രാജാവ്, രാക്ഷസന്മാരുടെ രാജാവ് വേറൊരു രാജകുമാരൻ്റെ യുവരാജാവിൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി. ഇത് മാത്രമേ ഉള്ളൂ സാദൃശ്യം. ഇത്തരം സാദൃശ്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനവധിയാണ്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ചരിത്രത്തെയും മറ്റൊരു രാജ്യത്തിൻ്റെ ചരിത്രമായി നമുക്ക് ഈ ബാഹ്യമായ സാദൃശ്യങ്ങളെ ആസ്പദമാക്കി താരതമ്യപ്പെടുത്താം. ഇപ്പോൾ ബുദ്ധനും നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമില്ല. ബുദ്ധനും ഉണ്ടായിരുന്നൊരു മൂക്ക് 2 കണ്ണുണ്ടായിരുന്നു, അദ്ദേഹത്തിന് 2 ചെവി ഉണ്ടായിരുന്നു. അദ്ദേഹം കാത് നീട്ടി വളർത്തിയിരുന്നു, നമ്മൾ നീട്ടി വളർത്തിയില്ല. വിചാരിച്ചാൽ ഇനിയും നീട്ടി വളർത്താവുന്നുള്ളൂ. തുളച്ചതിനകത്ത് വെള്ളയ്ക്ക കുത്തി കിടത്തിയാൽ മതി, അല്ലെങ്കിൽ ഒരു കല്ല് കുത്തി കിടത്തിയാൽ മതി, ചെവി നീണ്ടുവരും. പഴയ അമ്മമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചെവി നീട്ടി വളർത്തിയിരുന്നത്. അത് തോട എന്ന് പറയുന്ന വലിയ ആഭരണം അതിനകത്ത് കയറ്റിയിടാൻ വേണ്ടിയായിരുന്നു. ഒരാളിന് വേണമെങ്കിലും തൂങ്ങിക്കിടക്കാം അതിനകത്ത്. കുട്ടികളെ വേണമെങ്കിൽ അമ്മമാർക്ക് 2 ഇരട്ട പ്രസവിച്ചാൽ 2 കാതിൻ്റെയും ദ്വാരത്തിൽ മക്കളെ തൂക്കിയിട്ടുണ്ട് പോകാൻ എളുപ്പമായിരുന്നു. ഇതിനൊക്കെ അത് സഹായിക്കും.
അപ്പോൾ രാമായണത്തെയും ഇലിയഡിനെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ വയ്യാത്തത് അതിലെ വ്യക്തികളുടെ സ്വഭാവത്തിൻ്റെ ഔന്നത്യത്തെ ആസ്പദമാക്കിയാണ്. സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അഖിലീസ് സാഹസികനായ ഒരു വ്യക്തിയായിരുന്നു. സാഹസികത്വമാണ് അദ്ദേഹത്തോട് ജനങ്ങൾക്ക് ആരാധന തോന്നാനുണ്ടായിരുന്ന കാരണം. സാഹസികന്മാരോട് ആരാധന തോന്നും. ദുര്യോധനോട് നമുക്ക് ധർമ്മത്തോടുള്ളതിനേക്കാൾ ആരാധനയില്ലേ? ആരാധനയുണ്ട്. കുട്ടിക്കൃഷ്ണമാരാർ അങ്ങനെ ലേഖനം എഴുതിയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ മാരാരെ വിമർശിക്കുന്നു എന്ന് വരണ്ട എന്നതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. മാരാർക്ക് ദുര്യോധനോട് വലിയ പ്രിയമായിരുന്നു. നമുക്ക് രാവണനോട് ഇഷ്ടമല്ലേ? രാവണനോട് ഇഷ്ടം 10 തലയെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആരാധന തോന്നിക്കഴിഞ്ഞു. 10 തല ഉണ്ടാകില്ലെന്ന് നമുക്കറിയാമെങ്കിലും പിന്നെ രാവണൻ്റെ പ്രവൃത്തിയിലും രാവണൻ്റേതാണ് ധീരതയെന്ന് തോന്നും. ഇപ്പോൾ രാജ്യാവകാശം വിട്ടുകൊടുക്കാതെ അച്ഛനെ പിടിച്ച് കാരാഗൃഹത്തിൽ അടച്ചുകൊള്ളാൻ അച്ഛൻ തന്നെ സമ്മതിച്ചു, ദശരഥൻ തന്നെ സമ്മതിക്കുകയുണ്ടായി. ലക്ഷ്മണൻ അതിനെ അനുകൂലിച്ചു. മന്ത്രിമാരൊക്കെ രാമന് കൂട്ടുനിൽക്കും, സൈന്യം രാമന് കൂട്ടുനിൽക്കും, ഉദ്യോഗസ്ഥ വൃന്ദം രാമന് കൂട്ടുനിൽക്കും, എല്ലാം തനിക്ക് അനുകൂലമായിട്ട് വരും. അദ്ദേഹം ചെയ്തില്ല. അത് സാഹസികനല്ലെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അസാഹസികതയാണ് രാമൻ്റെ മേന്മ, രാമൻ്റെ മഹത്വം. സാഹസികനാവുക എന്നുള്ളത് എന്തിൽ നിന്നുണ്ടാകുന്നതാണ്? ആസക്തിയിൽ നിന്നുണ്ടാകുന്നത്. അങ്ങനെ ആസക്തനായ സാഹസികനായ ഒരു വ്യക്തിയായിരുന്നു ആര്? അഖിലീസ്. അത് യുദ്ധാരംഭത്തിൽ തന്നെ തെളിഞ്ഞു. എന്ത് ലക്ഷ്യമാക്കിയാണ് അവർ വന്നത്? യുദ്ധം ചെയ്ത് സ്പാർട്ടയെ തോൽപ്പിച്ച് അവിടെ നിന്ന് ത്രൈലോക്യസുന്ദരിയായ ഹെലനെ മോചിപ്പിക്കുക എന്നതായിരുന്നു. ഹെലൻ്റെ വിവാഹ സമയത്ത് അങ്ങനെ ഒരു പ്രഖ്യാപനവും നടത്തിയിരുന്നു. എല്ലാ രാജാക്കന്മാരും ഈ സർവാംഗ സുന്ദരിയെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ എല്ലാ രാജാക്കന്മാരും അവരെ വീണ്ടെടുക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണം എന്ന് ആഗമനൻ എന്ന രാജാവ് പറഞ്ഞിരുന്നു. എല്ലാവരും അത് വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു. ആഗമനൻ്റെ അനിയനാണ് പാരീസല്ല, മെനിലോസ്. ഈ മെനിലോസിൻ്റെ ഭാര്യയായ ഹെലനെയാണ് പാരീസ് കട്ടുകൊണ്ടുപോയത്. അപ്പോൾ ഒരു രാജകുമാരി അല്ലെങ്കിൽ രാജ്ഞിയെ കട്ടുകൊണ്ടുപോവുക എന്നൊരു സാദൃശ്യത്തെ അടിസ്ഥാനപ്പെടുത്തി സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള ഈ 2 കൃതികളെയും താരതമ്യം ചെയ്ത് പ്രബന്ധം എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടുണ്ടാവും. പ്രബന്ധം എഴുതിയിട്ടുണ്ട്. അത് പണ്ട് താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഒരാവശ്യമുള്ള കാര്യമല്ല. പക്ഷേ ആവശ്യമുള്ള കാര്യമല്ലെങ്കിലും ഒരാളങ്ങനെ ചെയ്തിരിക്കുന്നു. അതും എങ്ങനെയുള്ള ആൾ? സാഹിത്യത്തിൽ 5 മുഖമുള്ള ആൾ, സാഹിത്യ പഞ്ചാനനൻ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ രാമായണത്തെയും ഇലിയഡിനെയും ഹോമറിനെയും വാൽമീകിയെയും മനസ്സിലാക്കിയതിൽ വന്നിരിക്കുന്ന അക്ഷന്തവ്യമായ അപരാധം, ഒരു സാംസ്കാരികമായ അപരാധം, ഒരു സാഹിത്യപരമായ അപരാധം, ഒരു രചനാപരമായ അപരാധം എന്നല്ലാതെ ആ പ്രബന്ധത്തെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. എനിക്ക് സാഹിത്യ പഞ്ചാനൻ PK നാരായണപിള്ളയോട് വലിയ ബഹുമാനമുണ്ടെങ്കിൽ. വലിയ വൈയാകരണമായിരുന്നു അദ്ദേഹം. ഇലിയഡിൻ്റെ ആദ്യം ഹോമർ പറയും, ഏറ്റവും വീരനായ ഏറ്റവും സാഹസികനായ ഒരു വ്യക്തിയെ ആവിഷ്കരിക്കാനാണ് ഞാൻ ഈ കഥ എഴുതുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. സത്യവാക്യോ ദൃഢവ്രത, സത്യവാക്കായ ദൃഢവ്രതനായ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച. കൃതജ്ഞത ആരും അന്വേഷിക്കാത്തൊരു കാര്യമാണ്. വാൽമീകി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് കൃതജ്ഞതയ്ക്കാണ്. ഉപകാരസ്മരണയുള്ള വ്യക്തി, ചെയ്തതിനെ അനുസ്മരിക്കുന്ന വ്യക്തി. ഇത് തമ്മിൽ എന്ത് സാദൃശ്യമുണ്ട്? ഒരു സാദൃശ്യവുമില്ല. എങ്ങനെയാണ് പിന്നെ രാമനെയും അഖിലീസിനെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നത്? മനസ്സിലാക്കാനേ സാധിക്കില്ല. അത് എങ്ങനെയോ ബാഹ്യമായ സാദൃശ്യങ്ങൾ പോലും ഇല്ല. അങ്ങനെ വന്നിട്ട് അദ്ദേഹം 10 വർഷവും യുദ്ധത്തിൽ പങ്കെടുത്തില്ല. യുദ്ധത്തിൻ്റെ സർവ്വസൈന്യാധിപനായിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണേ. അദ്ദേഹം ഒളിച്ച് താമസിക്കുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞിട്ട്. ആരുടെ കൂടെ? പെൺവേഷം ധരിച്ച് മുടി വളർത്തിയിട്ട്, സുന്ദരനായിരുന്നു, മുടി വളർത്തിയിട്ട് പെൺകിടാങ്ങളുടെ കൂടെ താമസിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ ചെന്നാണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് ആ മുടിയൊക്കെ ആണുങ്ങളുടെ ഇതുപോലെ ആക്കി. ഇവിടെയാണെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ ആണുങ്ങളെ വന്ന് മുടി വളർത്തുമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നതാണ്. യുദ്ധത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് അദ്ദേഹത്തെ.
അദ്ദേഹം 10 വർഷം യുദ്ധം ചെയ്തില്ല. 10 വർഷമാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. ഹെലന് വേണ്ടിയിട്ടാണ്. ഹെലനെ കട്ടുകൊണ്ടുപോയതിനല്ലേ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇത്രയും വലിയ സുന്ദരിയെ കട്ടുകൊണ്ടുപോയതിനാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യം കട്ടുകൊണ്ടുപോയതിനല്ല. സുന്ദരിയെ കട്ടു എന്നുള്ളതാണ് പ്രശ്നം. സുന്ദരി ആയതുകൊണ്ടാണ് കട്ടതും. പിന്നെ അത് കട്ടുകൊണ്ട് പോകാൻ എന്താ, പശുവോ പട്ടിയോ വലുതാണ്, പട്ടിക്കുഞ്ഞാണ്. ഹെലൻ കൂടെ പോയതാണേ. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു താരതമ്യം സാധ്യമാകുന്നത്? അവിടെ ഒരു താരതമ്യം സാധ്യമല്ല. കാരണം അതിനെ പ്രേരിപ്പിക്കുന്ന ദർശനം വേറെയാണ്. വാൽമീകി എന്തിനാണ് കഥ എഴുതിയത്? വാൽമീകി കഥ എഴുതിയത് ഏതെങ്കിലും പ്രസിദ്ധീകരണശാല കൊണ്ട് പ്രസിദ്ധീകരിപ്പിക്കാനല്ല, അതിൻ്റെ പകർപ്പവകാശം കയ്യിൽ വെച്ചുകൊണ്ട് റോയൽറ്റി വാങ്ങാനുമല്ല. പിന്നെ എന്തിനാണ്? വേദധർമ്മം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേദധർമ്മം അനുഷ്ഠിച്ച് ജീവിച്ച ഒരു വ്യക്തിയുടെ കഥ എഴുതിയതാണ്. ഹോമറിന് ഇത് ലക്ഷ്യമേ അല്ലായിരുന്നു. ഹോമറിന് ഇങ്ങനെ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഒരു നാടോടി കഥ എടുത്തത് മനോഹരമായ ശൈലിയിൽ ഗ്രീക്ക് ഭാഷയുടെ സൗന്ദര്യം തിളച്ചു മറിയുന്ന കൃതിയാണ് ഹോമറിൻ്റെ ഇലിയഡ്. അങ്ങനെ അതിമനോഹരമായ ഒരു വർണ്ണനാ കാവ്യം അദ്ദേഹം രചിച്ചു വെച്ചു. അതിൽ പലരുടെയും പ്രക്ഷിപ്തങ്ങളുണ്ടെന്ന് പറയുന്നു. പിന്നീടുള്ള ഹെലനെ യുദ്ധം അവസാനിക്കുന്നിടം വരെയേ ഹോമർ എഴുതിയിട്ടുള്ളൂ. പിന്നെ ഹെലനെ കൊണ്ടുപോകുന്നതും ഒഡീസിയും ഒക്കെ മറ്റ് ഏതോ കവികൾ എഴുതിയതാണെന്നും അവിടെ നിരൂപകന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ അഭിപ്രായം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ പാശ്ചാത്യ പണ്ഡിതന്മാർ എന്ത് ചെയ്തത്? ഉത്തരരാമായണം വേറെ ഒരു കവി എഴുതിയതായിരിക്കാനാണ് സാധ്യത, വാൽമീകി അല്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കേണ്ട തൽക്കാലം. അപ്പോൾ ആ താരതമ്യം സാധ്യമല്ല, ആ താരതമ്യത്തിന് അർത്ഥമില്ല. ഇപ്പോൾ ഭൗതികവാദവും നിരീശ്വരവാദവും വർഗവൈരുദ്ധ്യവും വർഗധ്വംസനവും, വർഗസമരം വേണ്ടേ? അത് സായുധമായിരിക്കണ്ടേ? ഇതൊന്നും നമ്മുടെ സങ്കല്പത്തിൽ ഇല്ലാതിരിക്കെ ഏതെങ്കിലും ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ തമ്മിൽ താരതമ്യപ്പെടുത്താൻ ഒക്കില്ല. ആശയങ്ങൾ സമാനമായിട്ട് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടാകും. ആ ആശയങ്ങളെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ്. ആശയങ്ങളെ ഏറ്റവും മഹനീയമായി വിനിയോഗിക്കുകയാണ് ചെയ്തത്. ഇത്തരമൊരു വിപ്ലവത്തെക്കുറിച്ച് നാം സങ്കല്പിക്കുന്നില്ല, നമ്മുടെ ഋഷിമാർ സങ്കല്പിക്കുന്നില്ല. അങ്ങനെ സങ്കല്പിക്കാതിരിക്കെ മാർക്സിസത്തെയും അദ്വൈത ദർശനത്തിലെ അല്ലെങ്കിൽ വേദദർശനത്തിലെ ആശയങ്ങളെയും തമ്മിൽ ചില സാമാന്യമായ താരതമ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സാദൃശ്യപ്പെടുത്താൻ പാടുള്ളതല്ല. അപ്പോൾ ചോദിക്കും, അങ്ങനെ സാദൃശ്യപ്പെടുത്തുന്നില്ലേ എന്ന്. അങ്ങനെ സാദൃശ്യപ്പെടുത്തുന്നത് ഭരണഘടനാപരമായ ശിക്ഷാർഹമല്ലാത്തതുകൊണ്ട് അങ്ങനെ താരതമ്യപ്പെടുത്തുകയുമാവാം. അങ്ങനെ ഗ്രന്ഥങ്ങളും എഴുതാം, ആ ഗ്രന്ഥങ്ങളും ചിലവാകും, അത് വായിക്കുന്നവരുണ്ടാകും, അതിൽ വിശ്വസിക്കുന്നവരും ഉണ്ടാകും. യഥാർത്ഥമായി യാതൊരു തരത്തിലുള്ള പക്ഷപാതങ്ങളുമില്ലാതെ നാം ഉപനിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉപനിഷത്തിൽ നിന്നും അംഗീകരിക്കുന്നില്ല എന്നു കാണാം.